അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. യൂട്യൂബർമാരുടെ ഒരു കാലാണല്ലോ. ധാരാളം ചാനലുകൾ, ഓരോ വ്യക്തികളും എനിക്ക് തോന്നുന്നത് ചില അസോസിയേഷനുകളും സംഘടനകളും ഒക്കെ നടത്തുന്ന ചാനലുകളെക്കാളും റേറ്റിംഗ് ഉള്ളതും ആളുകൾ കൂടുതൽ കാണുന്നതും ഫോളോവേഴ്സും സബ്സ്ക്രൈബ് ചെയ്യുന്നതൊക്കെ സത്യത്തിൽ ആരാന്ന് ചോദിച്ചാൽ ഏക വ്യക്തികൾക്കാണ്. അതിപ്പോൾ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു 6 വയസ്സായ കുട്ടി മുതൽ 60 വയസ്സായ ആൾ വരെ എന്ത് ചെയ്യാണ്, ഇതേപോലെ ചാനലുകളിൽ അവരിങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കൾച്ചർ മൊത്തത്തിൽ നിരീക്ഷിച്ചപ്പോൾ തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, സമൂഹത്തിന് ഉപകാരപ്പെടുന്ന സദാചാരപരമായ ധാർമ്മികമായ ഒട്ടനവധി പ്രതികരണങ്ങളും വിശദീകരണങ്ങളും ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ കയറി കണ്ടാൽ ധാരാളക്കണക്കിന് കാര്യങ്ങൾ, ഉപദേശങ്ങൾ എല്ലാവരും നമ്മളോട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു വലിയ വൈരുദ്ധ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്തരം ആളുകളുടെ സ്വീകാര്യതയ്ക്ക് വേണ്ടിയും നമ്മളെ ഒരു നല്ല ആളുകളായിട്ട് ആളുകൾ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയും നല്ല നല്ല കാര്യങ്ങൾ കണ്ടുപിടിച്ചത് പറയുക എന്നതൊരു സംസ്കാരമായി സ്വീകരിച്ച ആളുകളുണ്ട്. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഏറ്റവും അധികം മദ്യത്തിനെതിരെ, ലഹരിക്കെതിരെ ശക്തമായി പോരാടുന്ന ലഹരി വിരുദ്ധമായ ഒരു മുന്നണിയിലെ ഏറ്റവും വലിയ പോരാളിയും അതിൻ്റെ ഏറ്റവും വലിയ പ്രബോധകനുമായൊരു വ്യക്തി നമ്മുടെ ഈ ഓപ്പറേഷൻ തൂഫാനിൽ പിടിക്കപ്പെട്ടത് കണ്ട്. അപ്പോൾ പലപ്പോഴും സദാചാരപരമായ കാര്യങ്ങൾ പറയുന്ന ആളുകളെ ഇത്തരം കേസുകളിലും ഇത്തരം കാര്യങ്ങളിലൊക്കെ പിടിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നു. അവർ പറയുന്നതിന് തികച്ചും വിരുദ്ധമായ കാര്യങ്ങളാണ്. ഈ ചാരിറ്റി എന്ന നിലക്ക് പാവപ്പെട്ട ആളുകളുടെ വേദന, അവർക്ക് വീടില്ലായ്മ, അവർക്കുടെ വിഷമങ്ങളൊക്കെ പറയുമ്പോൾ സത്യം എന്താ വെച്ചാൽ അവർക്ക് എങ്ങനെയെങ്കിലും ഒരു 10 രൂപ വാങ്ങിക്കൊടുക്കണം എന്നല്ല ആഗ്രഹിക്കുന്നത്. അങ്ങനത്തെ ഒരു വ്യക്തി അവർക്ക് വേണ്ടി പിരിച്ചതിൽ നിന്ന് 10 രൂപ എടുക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. കാരണം അവരുടെ വേദനകൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് ആളുകൾ 10 രൂപ 20 രൂപയൊക്കെ ആയിട്ട് ഒന്നിച്ച് ആളുകൾ നൽകുമ്പോൾ ആ പിന്നെ പിച്ചച്ചട്ടിയിൽ നിന്ന് കൈയിട്ട് വാരുക എന്നുള്ളത് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തകന്മാർക്ക് എങ്ങനെ കഴിയും? പക്ഷേ പല ആളുകൾക്കും അത് കഴിയുന്നു. എല്ലാവരും അങ്ങനെയൊന്നല്ല, പക്ഷേ അപൂർവം ചില ആളുകൾക്ക് അങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ്. ഈ വൈരുദ്ധ്യങ്ങളുണ്ടല്ലോ, അത് ഇന്നത്തെ ഒരു പുതിയ കാലത്ത് നമ്മൾ കാണുന്ന ഏറ്റവും സങ്കടകരമായൊരു കാര്യമാണ്. സത്യത്തിൽ ഇവിടെ ഉണ്ടാവേണ്ട ഒരു ട്രെൻഡ് ഇതല്ല. എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന മൂല്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അവസരങ്ങളാക്കിയെടുത്ത് നമ്മളത് പ്രവർത്തിക്കുകയാണല്ലോ വേണ്ടത്. നമ്മൾ പ്രവർത്തിക്കുകയാണ് വേണ്ടത്. അപ്പോഴാണ് അതിൻ്റെ കാര്യം ഉണ്ടാകും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇതിലിപ്പോൾ ആളുകളെ നമ്മൾ സഹായിക്കണം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരാൾ നമ്മൾക്ക് കൈ നീട്ടി വരുന്ന ഒരാൾക്ക് നമ്മളൊരു 50 രൂപ അല്ലെങ്കിൽ ഒരു 10 രൂപ കൊടുത്തു വെച്ചു. ഇപ്പോൾ വീട്ടിലേക്ക് ഒരാൾ ഒരു യാചകനായി വന്നു, ഒരു 10 രൂപ കൊടുത്തു. അയാൾ നമ്മളെ മുഖത്തേക്ക് നോക്കും, എന്താ 10 രൂപ, എന്തെങ്കിലുമൊക്കെ കുറച്ച് കൂട്ടിത്തരും. നമ്മൾ 20 രൂപ കൊടുത്തു, അവർ സംതൃപ്തരല്ല. ഒരു 50 രൂപ കൊടുത്തു, എന്നാൽ പോലും അവർ സംതൃപ്തരല്ല. എന്ന് നിങ്ങൾ നോക്കൂ, നിങ്ങളിപ്പോൾ ഒരു ഓൺലൈനിൽ ഒരു ഭക്ഷണം ഓർഡർ ചെയ്തു, നിങ്ങളുടെ വീട്ടിലെത്തി. ആ സമയത്ത് എത്രയാണ്? 340 രൂപ. ശരി, ഞാൻ 350 രൂപ ഗൂഗിൾ പേ ചെയ്യുന്നുണ്ട്, 10 രൂപ നിങ്ങൾ എടുത്തോളൂ എന്ന് പറയുമ്പോൾ ആ 10 രൂപ കിട്ടുന്നതിന് അയാൾക്കുണ്ടാകുന്നൊരു സന്തോഷം വളരെ വലുതാണ്. നമ്മൾ ഒരു പണിയും ചെയ്യാതെ വീട്ടിൽ വന്ന ഒരു യാചകന് നമ്മൾ ആത്മാർത്ഥമായി കൊടുത്ത 50 രൂപയേക്കാളും ഏറ്റവും വലിയ മൂല്യം അയാൾ ആ 10 രൂപക്ക് ഉണ്ടാകും. കാരണം എന്താ അറിയോ? അയാൾ അധ്വാനിച്ച് ജീവിക്കുന്ന ആളാണ്. അയാൾക്കൊരു ദിവസം കിട്ടുന്ന 500 രൂപയുടെ 1000 രൂപയുടെ വില നന്നായി അറിയുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ അയാൾക്ക് 10 രൂപ കൊടുക്കുമ്പോൾ അതിന് കിട്ടുന്ന സന്തോഷം ഭയങ്കരമായിട്ടുള്ള സന്തോഷമാണ്. പലപ്പോഴും ചെയ്യാൻ പാടുണ്ടോയെന്ന് അറിയില്ല, നമ്മൾ ഈ പെട്രോൾ പമ്പിലൊക്കെ നിൽക്കുന്ന ആളുകൾ, സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന ആളുകൾ, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ ആളുകളൊക്കെ അവരുടെ തുച്ഛമായ ശമ്പളം, എന്നിട്ട് മഴയും വെയിലും കൊണ്ട് അവരങ്ങനെ ചെയ്യുന്ന സേവനങ്ങൾ ഭയങ്കര സേവനം. അത്തരം ആളുകൾക്കൊക്കെ നമ്മൾ ഒരു 100 രൂപയോ 500 രൂപയോ കൊടുത്ത് നമ്മളൊന്നും പേടിക്കേണ്ട. കാരണം അവരൊന്നും അവിടെ പണം വെറുതെ കളയില്ല, അനാവശ്യങ്ങൾക്ക് ഉപയോഗിക്കില്ല. കാരണം അങ്ങനത്തെ ആളുകളാണെങ്കിൽ അവർ ഈ തുച്ഛമായ ശമ്പളത്തിനൊന്നും ഇത്ര ത്യാഗപൂർണമായ ജീവിതം ചെയ്യൂല. ഇപ്പോൾ ഒരു സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട്, എത്രങ്ങാനും പ്രായമുണ്ട് അയാൾക്ക്. നമ്മുടെയൊക്കെ വീട്ടിലെ വയസ്സായ വാപ്പൻ്റെയും ഉമ്മൻ്റെയൊക്കെ സ്ഥാനത്തിൽ അവരൊന്നും വീട്ടിൽ എന്താണ് ഒരു ഗ്ലാസ് വെള്ളം പോലും സ്വന്തമായി എടുത്തു കുടിക്കാതെ മക്കളും പേരക്കുട്ടികളും കൊണ്ടേ കൊടുക്കേണ്ട ഒരു പ്രായത്തിലാണ്
അയാൾ എന്ത് ചെയ്യണത് വാഹനങ്ങളെ പാർക്ക് ചെയ്യിപ്പിച്ച് ആ മഴയും വെയിലും കൊണ്ട് ഒരു തൊപ്പിയും ഇട്ട് അയാളുടെ മുഖത്ത് ആ വാർദ്ധക്യത്തിൻ്റെ ശരിക്കുള്ള ലക്ഷണങ്ങൾ കാണാൻ പറ്റും. അപ്പം നമ്മൾ ആലോചിച്ച് പോകും എത്ര അവർക്കൊക്കെ നമ്മുടെ ഒരു 500 രൂപ കൊടുത്താൽ അല്ലെങ്കിൽ ഒരു 100 രൂപ പോട്ടെ, നിങ്ങൾ എൻ്റെ ഒരു ചായ കുടിച്ചോളൂ എന്നൊരു 20 രൂപ സ്വകാര്യമായി കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ അതൊരു വല്ലാത്ത സന്തോഷമാണ് അവരിൽ ഉണ്ടാക്കുന്നതെന്നാണ്. അപ്പോൾ ഇത്തരം മൂല്യങ്ങൾ പ്രസംഗിക്കാൻ എളുപ്പമാണല്ലോ, പക്ഷെ നമ്മൾ അത്തരം ചില മൂല്യങ്ങൾ ഈ പറയപ്പെടുന്ന ആളുകൾ കണ്ടുപിടിച്ച് തെരഞ്ഞു പിടിച്ച് കണ്ടെത്തുന്ന ഇത്തരം ധാർമ്മികമായിട്ടുള്ള നമ്മളെ ആകർഷിക്കുന്ന ആശയങ്ങൾ, ഈ ആശയങ്ങളൊക്കെ നമ്മൾ നടപ്പിലാക്കുക. എനിക്ക് അടുത്ത ചാനലിൽ പറയാൻ എന്താണ് ഒരു ആശയം കിട്ടുക എന്ന് അന്വേഷിക്കുന്നതിലുപരി ഇത്തരം നല്ലൊരു ആശയത്തെ എൻ്റെ ജീവിതത്തിൽ നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുവാനുള്ള നമ്മളത് പ്രയോഗവൽക്കരിക്കുവാനുള്ള ശ്രമങ്ങളുടെ ആവശ്യം, നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ പ്രധാനമാണ്. പറയേണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ പറയുന്നത് പോലെ തന്നെ നമ്മൾ പ്രവർത്തിക്കാൻ കൂടെ പരിശ്രമിക്കണം. നന്മകളെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ.